പൂച്ചകളെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്ന ഒരുപാട് പേര് വിദേശത്തും നാട്ടിലുമുണ്ട്. പൂച്ചകളുടെ ഒരു സ്പർശനം കൊണ്ട് പോലും നമ്മുടെ വിഷമങ്ങളെല്ലാം അയക്കാൻ കഴിയുന്ന കുഞ്ഞു ജീവനുകളാണ് ഈ പൂച്ചകൾ. മനോഹരമായ കണ്ണുകളും മൂക്കും ചുണ്ടും തെറിച്ചു നിൽക്കുന്ന മീശയും നീണ്ട വാലും പട്ടുപോലത്തെ രോമവും എല്ലാം കൊണ്ടും പൂച്ചകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്ന് UAE-യിലായാലും നാട്ടിലായാലും ഇവരെ ജീവനായി കൊണ്ടു നടക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. വെറുമൊരു വളർത്തുമൃഗം എന്നതിനപ്പുറം സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് പലരും പൂച്ചകളെ കാണുന്നതും വളർത്തുന്നതും. സ്വന്തം നാടായ കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ തങ്ങൾ പൊന്നുപോലെ വളർത്തിയ പൂച്ചക്കുട്ടികളെയും കൂടെ കൂട്ടാൻ വലിയ തുക ചെലവഴിച്ച് പാസ്പോർട്ടും വിസയും വരെ എടുക്കുന്ന പ്രവാസികൾ ഇന്ന് ഒട്ടേറെയാണ്. കാരണം അവർക്ക് ഇവ കേവലം ഒരു മൃഗങ്ങളല്ല, പ്രവാസത്തിന്റെ ഏകാന്തതകളിൽ കൂട്ടിരുന്ന പ്രിയപ്പെട്ടവരാണ്. പൂച്ചകളെ വളർത്തുന്നതിന്റെ ഗുണങ്ങൾ: മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു. പ്രവാസ ലോകത്തെ കഠിനമായ ജോലി തിരക്കുകൾ കഴിഞ്ഞ് മുറിയിലെത്തുമ്പോൾ കാത്തിരിക്കാൻ ഒരു കുഞ്ഞു പൂച്ച ഉണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദം പകുതിയായി കുറയുമെന്നാണ് വിലയിരുത്തൽ. ഒറ്റപ്പെടലിന് ഒരു മരുന്ന്: ഫ്ലാറ്റുകളിലെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നല്ല ഒരു സുഹൃത്തായി ഇവ മാറുന്നു. ഹൃദയാരോഗ്യത്തിന് നല്ലത്: പൂച്ചകളുടെ പേറിംഗ്, അവരുണ്ടാക്കുന്ന ഒരു പ്രത്യേക ശബ്ദം മനുഷ്യരിലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ ഈ മനോഹരമായ സ്നേഹകഥകൾക്ക് പിന്നിൽ നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു വശവുമുണ്ട്. വിനോദത്തിനോ താല്പര്യത്തിനോ വേണ്ടി വാങ്ങി വളർത്തിയ ശേഷം ചില പ്രവാസികളെങ്കിലും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഈ സാധുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. എയർ കണ്ടീഷണറുകളുടെ തണുപ്പിലും കൃത്യസമയത്ത് ലഭിക്കുന്ന മുന്തിയ ഇനം ഭക്ഷണങ്ങളിലും ജീവിച്ച പൂച്ചകളെയാണ് പെട്ടെന്നൊരു ദിവസം ചുട്ടുപൊള്ളുന്ന പുറംലോകത്തേക്ക് ഇറക്കിവിടുന്നത്. ഇരപിടിക്കാൻ പോലും അറിയാത്ത ഈ പാവങ്ങൾ വണ്ടികളുടെ അടിയിൽ പെട്ടും വിശന്നും മറ്റു രോഗങ്ങൾ ബാധിച്ചും തെരുവിൽ പടഞ്ഞു മരിക്കുന്നത് ഇതൊരു ക്രൂരതയല്ലേ? രോഗബാധയും അലർജിയും കൃത്യമായ വാക്സിനേഷൻ നൽകിയില്ലെങ്കിൽ പൂച്ചകളിൽ നിന്ന് രോഗങ്ങൾ പകരാം. ചിലർക്ക് പൂച്ചയുടെ രോമം കാരണം അലർജിയും ആസ്തമയും ഉണ്ടാകാനിടയുണ്ട്. ഒരു പൂച്ചയെ വളർത്തുമ്പോൾ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. പ്രവാസ ലോകത്ത് ഇവരുടെ ചികിത്സയ്ക്കും ഭക്ഷണത്തിനും വലിയൊരു തുക ചെലവഴിക്കേണ്ടി വരും. സ്നേഹിക്കാൻ മാത്രമേ ഈ സാധുക്കൾക്ക് അറിയൂ. ഒരു പൂച്ചയെ വാങ്ങി വളർത്താൻ തുടങ്ങുമ്പോൾ ഓർക്കുക, അതൊരു ദിവസത്തെ തമാശയല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 10-15 വർഷം വരെ കൂടെ കരുതാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം അവരെ വീട്ടിലേക്ക് കൂട്ടുക. പ്രവാസ ലോകത്തു നിന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരെ തെരുവിൽ തനിച്ചാക്കരുത്. ഒന്നുകിൽ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ അവരെ സ്നേഹത്തോടെ നോക്കാൻ കഴിയും മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുക. കാരണം അവരും ജീവനാണ്, നോവറിയുന്ന ജീവനുകൾ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ സാധുജീവികളെ വാങ്ങിച്ച് വളർത്താൻ കഴിയില്ലെങ്കിൽ കൊല്ലാതിരിക്കുക. മിഥുൻസ് മണി മാർക്കറ്റ്. സ്റ്റോപ്പ് ഡ്രീമിംഗ്, സ്റ്റാർട്ട് ട്രേഡിംഗ്.